നമ്മുടെ സംസ്ഥാനത്ത് തട്ടിപ്പ് വാർത്തകൾ വളരെ വർദ്ധിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ രീതിയിലുള്ള ചില തട്ടിപ്പുകളാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ ടെക്നോളജിയുടെ കാലത്ത് തട്ടിപ്പുകളും പുതിയ രീതിയിലാകുന്നതിന് വ്യത്യാസം മാത്രമേ ചിലപ്പോൾ ഉണ്ടാകൂ. ഈ തട്ടിപ്പിൻ്റെ ഒരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ശുദ്ധ തട്ടിപ്പ്. കണ്ണൂർ അങ്ങാടിക്കടവിലെ അയ്യൻകുന്ന് വനിതാ സഹകരണ ബാങ്കിൽ വൻ വായ്പാ തട്ടിപ്പ്. 160ഓളം ആളുകളുടെ പേരിൽ വ്യാജ വായ്പ തരപ്പെടുത്തി പണം തട്ടിയെടുത്തുവെന്ന ആരോപണം ഉയരുന്നു. സഹകരണ സംഘം സെക്രട്ടറിക്കും ഭരണസമിതി അംഗങ്ങൾക്കുമെതിരെ നടപടി വേണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഭാര്യയുടെ പേരിലാണ് ലോൺ ഉള്ളത്. അപ്പം അവർക്ക് എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ആ വനിതാ ബാങ്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു മെമ്പർഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഇവിടെ ഒരാളുടെ പേര് പരാതി വന്ന ശേഷം ആ വ്യക്തി വന്ന് അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് ഞങ്ങളുടെ പേര് അവിടെ കാണുന്നത്. അങ്ങനെ ചെന്ന് അന്വേഷിച്ച് ഇത് ലിസ്റ്റ് എടുത്തപ്പോഴാണ് എൻ്റെ പേരും എൻ്റെ ഭാര്യയുടെ പേര് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ബാങ്കുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. കണ്ണൂർ അങ്ങാടിക്കടവിലെ അയ്യൻകുന്ന് വനിതാ സഹകരണ സംഘം 156ഓളം ആളുകളുടെ പേരിൽ വ്യാജ വായ്പ. 2018 മുതലാണ് തട്ടിപ്പിന്റെ തുടക്കം. അംഗങ്ങളും ഇടപാടുകാരുമായ നിരവധി ആളുകളുടെ പേരിൽ അവരറിയാതെ വായ്പ. എനിക്ക് അവിടെ മെമ്പർഷിപ്പ് ഇല്ല, പിന്നെ ലോൺ എടുത്തിട്ടില്ല. ഇവിടെ അടുത്തുനിന്ന് 1-2 പേര് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു അവർക്കൊക്കെ അവരറിയാതെ തന്നെ അവരുടെ പേരിൽ ലോൺ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ പേരിൽ 50,000 രൂപ ലോണ് 2018 എടുത്തത്. ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് മെമ്പർഷിപ്പും ഇല്ല. ജാമ്യം 7 ആൾക്ക് ജാമ്യം, ടോട്ടൽ 4 ലക്ഷം. എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ് ഉള്ളത്. ഭർത്താവ് അങ്ങോട്ട് ഞങ്ങളായിട്ട് ബാങ്കിലൊരു ബന്ധവുമില്ല. പിന്നെ എൻ്റെ പേരിലുണ്ട് 50,000. പക്ഷേ എനിക്ക് ഈ ബാങ്ക് തുടങ്ങിയപ്പം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, അല്ലാണ്ട് ആ ബാങ്കുമായിട്ട് ഒരിടപാടുമില്ല. പലരും ബാങ്കിലെത്തി നേരിട്ട് അന്വേഷിച്ചതോടെയാണ് സ്വന്തം പേരിലുള്ള വായ്പയെക്കുറിച്ച് അറിയുന്നത് പോലും. 2019 ഞാൻ സ്ഥലത്തില്ല, ഞാൻ കുവൈറ്റിലാണ്. പക്ഷേ 2019 3-ാം മാസമാണ് ഞാൻ ലോൺ എടുത്തേക്കുന്നത് 50,000 രൂപ. ഗൾഫിലായിരുന്ന സമയത്ത് ഇവിടെ ലോൺ എടുത്തതായിട്ടാണ്. ഇവിടെ ലോൺ 10-70 പേരുടെ പേരിൽ ഈ വട്ടത്തിൽ ഇവിടെ മാത്രം 10-70 പേരുടെ പേരിൽ ഈ വ്യാജ ലോണാണ്. ക്രമക്കേടിന് പിന്നിൽ സഹകരണ സംഘം സെക്രട്ടറി മാത്രമെന്ന് വാദിച്ച് തലയൂരുകയാണ് ഭരണസമിതി. എൻ്റെ അടുത്തുള്ളതാണ് സെക്രട്ടറിയുടെ വീട്. എൻ്റെ വീട്ടിലെ എൻ്റെ പെണ്ണിന് കെട്ടിച്ചു വിട്ട പെണ്ണിന് ഭർത്താവിന് എനിക്ക് 3 പേർക്ക് ലോണ് 50,000 വെച്ച് ഞങ്ങളെ കൊണ്ട് 3 പേരെ കൊണ്ട് പേരിൽ എടുത്തു. 3 ലക്ഷം രൂപ ജാമ്യത്തിലുണ്ട്, അല്ലാതെ 50,000 വെച്ച് ലോണുണ്ട്. അതെ, വളരെ വലിയൊരു ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. ഇതിനകത്ത് ആ സെക്രട്ടറി മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിയെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ പേരിലും അവിടെ ലോണുണ്ട്. എൻ്റെ വൈഫ് ആ സ്ഥാപനം കണ്ടിട്ട് വരെയില്ല. പേരും വീട്ടുപേരും എല്ലാം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പേര് മാത്രം കറക്റ്റ്, വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ് എല്ലാം തെറ്റിച്ചാൽ ഇവിടെ എല്ലാവരുടെയും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സെക്രട്ടറിയുടെ പരിസരത്ത്, വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലും ലോൺ, ബിനാമി ലോൺ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഡിപ്പോസിറ്റേഴ്സിനും ഇതേപോലെ നഷ്ടങ്ങൾ തിരിച്ചു കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, ഇത് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടുകാരുടെ ഇത്തരത്തിലുള്ള അവരുടെ ആശങ്കകൾ മാറ്റി അവരെ ഇതിൽ നിന്നും ഒഴിവാക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ ബാങ്കിനെതിരെയും ഇതിൻ്റെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. 2019 എനിക്ക് ഒരേ ദിവസം തന്നെ 2 ലോൺ 50,000 രൂപയുടെ 50,000-ൻ്റെ 2 ലോൺ എൻ്റെ ചേട്ടൻ്റെ പേരിലുണ്ട്. 2019 കൊടുത്താക്കുന്നതിനകത്ത് ഇപ്പോൾ 50,000 രൂപ ലോണും അതിൻ്റെ പലിശയിലാണ് കൂട്ടി 1 ലക്ഷം രൂപ. ക്രമക്കേട് പുറത്തായതോടെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി. തട്ടിപ്പിനിരയായവർ പോലീസിലും സഹകരണ വകുപ്പിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയിൽ മെല്ലെപ്പോക്കെന്ന് ആക്ഷേപം. 1-2 156-ലധികം ആളുകളുടെ പേരിലാണ് അവരറിയാതെ കൃത്രിമ രേഖയുണ്ടാക്കി പണം തട്ടിയത്. നാട്ടിലെ സാധാരണക്കാരുടെ ആശ്രയമായ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനും കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനും സഹകരണ വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.